കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ നാസ്തികരെ പറ്റി അല്ലെങ്കിൽ യുക്തിവാദികളെ പറ്റി അല്ലെങ്കിൽ ചാർവാകന്മാരെ പറ്റി ഒക്കെ പറഞ്ഞിരുന്നു. ഇവരെയൊക്കെ പറ്റി ഒരു അനാലിസിസ് രാമായണത്തിലുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്ന തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെയുള്ള ചാർവാക സിദ്ധാന്തം, യുക്തിവാദം, നിരീശ്വരവാദം, ഇതിൻ്റെയൊക്കെ 10,000 ഇരട്ടി വാദം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞുകൂടാതെയാണ് ആൾക്കാർ വീണ്ടും വീണ്ടും ഈ റീഇൻവെൻറ്റിങ് ദ വീൽ എന്ന് പറയുമല്ലോ. ചക്രമാണ് മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം. ഇത് കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ കഴിയുമ്പോൾ ഒരുത്തൻ ചക്രം വീണ്ടും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇപ്പോഴത്തെ വാക്കുതർക്കങ്ങളുടെയൊക്കെ ശൈലി. അത് രാമായണത്തെ സംബന്ധിച്ചായാലും ശരി, രാമനെ സംബന്ധിച്ചായാലും ശരി. ഈ ചിത്രകൂടത്തിൽ രാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. ഭരതനും ശത്രുഘ്നുമുണ്ട്, അവരുടെ കൂടെ വസിഷ്ഠനുണ്ട്, ഒരുപാട് പേരുണ്ട്. എങ്ങനെയെങ്കിലും രാമനെ പെർസ്വേഡ് ചെയ്ത് തിരിച്ച് രാജ്യഭാരം ഏൽപ്പിക്കുക. കാരണം ദശരഥൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭരതനാണെങ്കിൽ ഒട്ടും മനസ്സില്ല. ഭരതൻ അമ്മ ചെയ്തത് കൊടും പാതകമായി പോയി എന്ന് അഭിപ്രായമുള്ള ആളാണ്. ഞാൻ ആ കസേരയിൽ ഇരിക്കുന്ന പ്രശ്നമില്ല, അത് രാമൻ്റെ സിംഹാസനമാണ്, ആ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല എന്ന് ഭരതൻ തീരുമാനിച്ചു. രാമനെ തിരിച്ചു കൊണ്ടുപോവുക വനവാസത്തിൽ നിന്ന്. രാമനാണെങ്കിൽ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് 14 വർഷം പൂർത്തിയാവാതെ എനിക്ക് തിരിച്ചു വരാൻ സാധ്യമല്ല. ഞാൻ അച്ഛന് കൊടുത്ത വാക്കാണ്. അച്ഛൻ മരിച്ചു പോയെങ്കിലും വാക്ക് നിലനിൽക്കുകയല്ലേ, വാക്ക് പാലിക്കണ്ടേ? ഈ ഗോസ്വാമി തുളസീദാസ് അദ്ദേഹത്തിൻ്റെ രാമചരിതമാനസിൽ എഴുതിയിട്ടുണ്ട്, രഘുകുല രീതി സദാചലിയായി പ്രാണജായ പർവചനജായി. രഘുകുലത്തിൻ്റെ രീതി അതെന്നും നിലനിന്നിരുന്നു. പ്രാണൻ പോയാലും ശരി വാക്ക് തെറ്റിക്കില്ല. ഇന്നിപ്പോൾ വാക്കിന് തെറ്റിക്കാനുള്ളൊരു സാധനമാണ് വാക്ക് എന്ന് പലരും വിചാരിക്കുകയും അങ്ങനെ ചെയ്യുന്നതാണ് സാമർഥ്യം എന്ന് കരുതുകയും അങ്ങനെ ചെയ്ത് സാധുക്കളെ ചതിക്കുകയും വഞ്ചിക്കുകയും മിടുക്കന്മാരാകുകയും പണക്കാരാകുകയും അവർക്ക് വേണ്ട സുഖങ്ങളെല്ലാം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് മിടുക്ക് എന്നുള്ള അവസ്ഥ വന്നു സമൂഹത്തിൽ. പക്ഷേ ഇപ്പോഴും മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്നവരുണ്ട്. വാക്ക് തെറ്റിക്കില്ല. വാക്ക് തെറ്റിക്കാത്തവർക്ക് കൃത്യനിഷ്ഠയുണ്ടാകും. 8 മണിക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ കൃത്യം 8 മണിക്ക് എത്തുക, അതൊരു ക്വാളിറ്റിയല്ലേ? പങ്ക്ച്വാലിറ്റി പോലും ഒരു വാക്കാണ്. അപ്പോൾ വാക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ലെറ്റർ കില്ലത്ത് എന്ന് ഒരു പ്രയോഗമുണ്ട്. വാക്ക് കൊല്ലും, അത്രയ്ക്ക് ശക്തിയാണ് വാക്കിന്. അപ്പോൾ അങ്ങനെ ഇക്ഷ്വാകു വംശത്തിൽ രഘുകുലത്തിൽ വാക്ക് തെറ്റിക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. മറ്റേയാൾ മരിച്ചുപോയോ അല്ലെങ്കിൽ അയാൾ വാക്ക് തെറ്റിച്ചില്ല പിന്നെ എനിക്കും തെറ്റിച്ചാൽ എന്താ? ഇല്ല, അയാൾ വാക്ക് തെറ്റിച്ചാൽ പോലും എൻ്റെ വാക്ക് തെറ്റാതിരിക്കണം. കാരണം അതെൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ വാക്ക്. ഇങ്ങനെ പക്ഷേ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന രാമനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ഈ വസിഷ്ഠൻ, ഗൗതമൻ, ഒരുപാട് പേര്, അവരുടെ കൂട്ടത്തിൽ ജാബാലിയുമുണ്ട്. ജാബാലിയാണ് നാസ്തികൻ. അപ്പം ജാബാലി രാമനെ ഉപദേശിക്കുന്നു. രാമ, ഞാൻ നിന്നോട് പറയട്ടെ ചില കാര്യങ്ങൾ. ജാബാലി ദശരഥൻ്റെ ഉപദേഷ്ടാക്കളുടെ കൂട്ടത്തിൽ ഒരു മഹാനാണ് ജാബാലി. ഇപ്പോൾ എല്ലാവരും പറയാറില്ലേ, ചാർവാകനെ പോലും ആദരിക്കുന്ന സംസ്കാരമായിരുന്നു. ശരിയാണ്, ആദരിക്കുന്നോ അങ്ങനെ കൂട്ടുകൂടുന്നോ ഒന്നുമില്ല. ബട്ട് അയാൾക്ക് പറയാനുള്ളതും കേൾക്കും. ഹി ഹാസ് എ സ്പേസ് ആ അർത്ഥത്തിൽ. അതുകൊണ്ടാണ് രാമൻ ഭരതനോട് ആദ്യമേ ചോദിക്കുന്നത്, വേണ്ടാത്ത കൂട്ടുകെട്ടൊന്നും അടുപ്പമൊന്നും ഇല്ലല്ലോ നിനക്ക് നാസ്തികരമായിട്ട്? ഇല്ല, അങ്ങനെ അടുപ്പമൊന്നുമില്ല. പക്ഷെ അവരുണ്ടല്ലോ, ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെ അവരുടെ വെൽഫെയറൊക്കെ നോക്കും. അവർ പറയുന്നതനുസരിച്ച് കണ്ണുമടച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവം ഇല്ല. കാരണം അവർ ഈ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരാണ്, പണ്ഡിതരല്ല, പണ്ഡിതമന്യർ. പണ്ഡിതനാണ് എന്ന് ഭാവിച്ച് നടക്കുന്ന
ബുദ്ധിശൂന്യർ. അക്കൂട്ടത്തിൽ ഒരാളാണ് ജാബാലി. ഇപ്പം ജാബാലി ഒടുവിൽ ഭരതൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാം അറ്റംപ്റ്റ് രക്ഷയില്ലാതായി കഴിഞ്ഞപ്പോൾ ജാബാലി ഉപദേശിച്ചു തുടങ്ങി. ബ്രാഹ്മണോത്തമനായ ലോകായതികൻ ജാബാലി പറഞ്ഞു തുടങ്ങി. ലോകായതികന്മാരാണിവർ. ആളുകൾക്ക് പോപ്പുലറാണ് എന്ന് പറയുമല്ല, ഇഷ്ടപ്പെടും. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നല്ലോ, പീത്വ പുനർമദ്യം, കടം വാങ്ങിച്ച് നെയ്യ് കുടിക്കാൻ സന്തോഷം, അടിച്ച് പൊളിച്ച്. അപ്പോൾ പോപ്പുലറാകും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സംഗതി. അപ്പം അതുകൊണ്ട് ലോകായതികൻ എന്ന് പറയും. അപ്പോൾ ജാബാലി പറഞ്ഞു, നല്ലവനായ രാമ, ബുദ്ധിമാനും കഠിന പരിശ്രമിയുമായ താങ്കളുടെ ബുദ്ധി പ്രാകൃതനായ മനുഷ്യൻ്റേതുപോലെ വിവരം കെട്ടതാകരുത്. ഇപ്പം ആദ്യമേ ഈ TV ഡിബേറ്റിലൊക്കെ കാണാറില്ലേ, പരിണതപ്രജ്ഞനായ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ്. അപ്പോൾ ഇയാൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനൊരു രോമാഞ്ചം, ഞാൻ പരിണതപ്രജ്ഞൻ, ഇതെന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമല്ലേ, ഏതായാലും എന്തോ വലിയ കട്ടിയുള്ള വാക്കല്ലേ, ഒന്ന് സുഖിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് സോപ്പിടുക. ബുദ്ധിമാനും കഠിന പരിശ്രമിയുമായ താങ്കളുടെ ബുദ്ധി പ്രാകൃതനായ മനുഷ്യൻ്റേതുപോലെ വിവരം കെട്ടതാകരുത്. ഒരാളും മറ്റൊരാളും തമ്മിൽ എന്തുണ്ട് ചാർച്ച? ആദ്യത്തെ ചോദ്യമാണ്. രണ്ട് പേര് തമ്മിൽ എന്താ ബന്ധം? സ്നേഹബന്ധമാണ്, സുഹൃത്ത് ബന്ധമാണ്, അച്ഛനും മകനുമാണ്. കാര്യം യാഥാർത്ഥ്യം എന്താ? ഒരു ബന്ധവുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല, ഒന്നും. ഓരോരുത്തരും ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കും. അപ്പോൾ രാമ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നെല്ലാം പറയുന്നതിന് എന്തർത്ഥം? ശരിയല്ലേ? ഒറ്റയ്ക്ക് ജനിച്ചു, ഒറ്റയ്ക്ക് മരിച്ചു. ഓ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അവരവർക്ക് തോന്നുമ്പോൾ മരിച്ചു, ഇയാൾക്ക് തോന്നുമ്പോൾ മരിച്ചു, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഒട്ടൽ കാണിക്കുന്നത് ബുദ്ധിമോശമാണെന്ന് പറയണം. ഏതിനോടെങ്കിലും ഒട്ടി നിൽക്കുക, സ്നേഹം പറ്റി നിൽക്കുക, ഇതൊക്കെ ബുദ്ധിമോശമാണ്. എല്ലാവരും ഒറ്റയ്ക്കാണ്. സത്യമല്ലേ ഈ പറയുന്നത്? ആലോചിച്ച് നോക്കി. ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ്. എത്രയോ സാഹിത്യകാരന്മാർ എത്രയോ പേര് ഇത് എഴുതി വച്ചിരിക്കുന്നു. സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, ജലരേഖകൾ. ശ്രീകുമാരൻ തമ്പി. എത്രയോ സിനിമാ പാട്ടുകളിൽ, കവിതകളിൽ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. സത്യവുമാണ്. എന്തെന്നാൽ ആരും ആരുടെയുമല്ല, ആർക്കും ആരുമില്ല. അപ്പോൾ അന്യനാട്ടിൽ പോകുന്നവൻ എത്തിയിടത്ത് ഒരു രാത്രി തങ്ങുന്നു, പിറ്റേന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. അതുപോലെയാണ് സ്ഥിതി. വേറൊരു സ്ഥലത്ത് പോയി, അവിടെ ഒരു ദിവസം താമസിച്ചു, അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അച്ഛൻ, അമ്മ, വീട്, സമ്പത്ത്, അതെല്ലാം വഴിത്താവളം മാത്രം. അവയിൽ ഒട്ടി നിന്നിട്ട് കാര്യമില്ല. അത് വകതിരിവുള്ളവരുടെ വഴിയല്ല. പണ്ടൊരു വ്യാജ ഗീതാ സന്ദേശം ഇറങ്ങിയിരുന്നു, ഓർക്കുന്നില്ലേ? അത് കേരളം മൊത്തം അങ്ങ് പ്രചരിച്ചു. എല്ലാവരും ഭഗവത്ഗീതയുടെ യഥാർത്ഥ സന്ദേശം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനകത്ത് എഴുതിയിരുന്നു, വരുന്നതെല്ലാം നല്ലത്, വന്നതും നല്ലത്, ഇനി വരാൻ പോകുന്നതും നല്ലത്. ഈ കാണുന്നതൊക്കെ നീ കൊണ്ടുവന്നതാണോ? പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീ എന്തിനു സങ്കടപ്പെടണം? ഇതൊക്കെയായിരുന്നു ഭഗവത്ഗീതയുടെ സന്ദേശമൊന്നുമല്ല, പക്ഷെ അങ്ങനെ എഴുതിയ സന്ദേശം ഭഗവത്ഗീത എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും. കാരണം ഈ സന്ദേശത്തിനൊരു സുഖമുണ്ട്. പോയത് പോട്ടെ, നിനക്കെന്ത് കാര്യം, നീ വല്ലതും ഉണ്ടാക്കിയതാണോ, അതുപോലെ പോകും. ഇങ്ങനെ വഴലൂരായിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കാൻ സാങ്ഷൻ കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നു. അത് വായിക്കുമ്പോൾ ആൾക്കാർക്ക് സുഖം തോന്നും. അതുകൊണ്ടാണത് പ്രചാരം നേടിയത്. ഈ നാസ്തികന്മാരെ പോലെ ആ ഭഗവത്ഗീതാ സന്ദേശത്തിനും പ്രചാരം നേടി. ഇപ്പോഴും ചിലരൊക്കെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ കടയുടെ മുറിയിലും വീട്ടിലും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളും കണ്ടു കാണും. ഒരു ശ്രീകൃഷ്ണനെയും ഒരു അർജുനെയും കാണിച്ചിട്ട് എന്ത് നോൺസെൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവത്ഗീതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗതികേടിലാണ് നമ്മൾ. പക്ഷേ ഇദ്ദേഹം അതുപോലെയാണ് പറയുന്നത്.
അച്ഛൻ, അമ്മ, വീട്, സമ്പത്ത് അതെല്ലാം വഴിത്താവളം മാത്രം. ടെമ്പററി ആയിട്ട് നമ്മളിവിടെ വന്നു, നാളെ നമ്മൾ അപ്രത്യക്ഷരാകുന്നു. അപ്പോൾ ഇതെല്ലാം ടെമ്പററി അല്ലേ? ഇത് തന്നെയല്ലേ ശങ്കരനും പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഈ കാണുന്നതൊക്കെ മിഥ്യയാണ്, ഇതില്ലാത്തതാണെന്നല്ലേ ശങ്കരനും പറഞ്ഞിരിക്കുന്നത്. ശങ്കരൻ എന്താ പറഞ്ഞേ അദ്വൈതത്തിൽ? ഈ കാണുന്നൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു. ജാബാലിയും പറയുന്നത് എന്താ? ഇവിടെ ഈ അച്ഛൻ, അമ്മ, വീട്, സമ്പത്ത് ഇതൊക്കെ ടെമ്പററിയാണ്, കഴിയുന്നത്. ഇതൊക്കെ ഒരു ഇല്യൂഷനാണ്. അത് വകതിരിവുള്ളവരുടെ വഴിയല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നരോത്തമനായ രാമ, അച്ഛൻ്റെ രാജ്യം കൈയൊഴിഞ്ഞ് ദുഃഖവും ദുരിതവും നിറഞ്ഞ കല്ലും മുള്ളുമുള്ള കാട്ടുവഴി പോകരുത്. മനസ്സിലായോ? അച്ഛൻ്റെ രാജ്യം, നിനക്ക് അവകാശപ്പെട്ട രാജ്യം, അത് വിട്ടിട്ട് നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടരുത്. സമ്പൽ സമൃദ്ധമായ അയോധ്യയിൽ ചെങ്കോലേൽക്കുക. പതിമ്പര പോലെ ആ നഗരി അങ്ങയെ കാത്തു നിൽക്കുന്നു. അമരപുരിയിൽ വിലസിച്ച് വിഹരിക്കുന്ന ദേവേന്ദ്രനെ പോലെ രാജഭോഗങ്ങൾ അനുഭവിച്ച് അവിടെ ആനന്ദത്തിൽ ആറാടുക. ഓർത്താലും ദശരഥൻ താങ്കൾക്കാരുമല്ല, ദശരഥന് താങ്കളും ആരുമല്ല. അച്ഛനെയാണ് പറയുന്നത്. ദശരഥൻ താങ്കൾക്കാരുമല്ല, താങ്കൾ ദശരഥനും ആരുമല്ല. ആരോ ഒരു ദശരഥൻ, ആരോ ഒരു രാമൻ, അത്രമാത്രം. ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു ദശരഥൻ, ഏതോ ഒരു രാമൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താലും ഏതു ജീവിക്കും പിതാവെന്ന് പറയപ്പെടുന്നവൻ വിത്ത് മാത്രമാണ്. ആണ് ബീജം, അതാണ് പിതാവ്, ഇല്ലേ? അതിൽ കവിഞ്ഞെന്താ? ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കുറേ ശ്ലോകങ്ങളല്ലാതെ, വികാരങ്ങളല്ലാതെ വേറെ എന്താ ഉള്ളത്? അൾട്ടിമേറ്റ്ലി ശുക്ലശോണിത സംയോഗമാണ് ജനനഹേതു, അല്ലേ? ബയോളജിക്കലാണ്. ശുക്ലശോണിത സംയോഗം, ഇതാണ് ജനനം. ജനനഹേതു അതാണ്. മനുഷ്യൻ ജനിക്കുന്നതും ഇതുപോലെയല്ലേ? രാജാവുണ്ടല്ലോ, അദ്ദേഹം പോകേണ്ടടുത്ത് പോയി. സകല ജീവികളുടെയും ഗതിയാണത്. അപ്പോൾ താങ്കൾ എന്തിന് ഇത്രയും വശം കെടുന്നു? ദശരഥൻ പോകേണ്ടടുത്ത് പോയി. ദശരഥൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും പോകേണ്ടടുത്ത് പോകും. എവിടെ പോകുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അങ്ങ് പോവും. ഇപ്പോൾ കാണുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. ചിലപ്പോൾ നാളെ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാതിരിക്കും. ഇതല്ലേ ജീവിതാവസ്ഥ. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞ വാക്കാണോ, അതുകൊണ്ട് ഞാൻ ഈ കാട്ടിൽ കിടന്ന് ചാവാൻ പോകുന്നത് ഭ്രാന്താണ് നിനക്ക്? അച്ഛനും എങ്ങോട്ടോ പോയി, എവിടെ പോയി എന്നറിയാമല്ല. ഏതോ ഒരു ദശരഥൻ, അയാൾക്ക് വേണ്ടി ഏതോ ഒരു രാമനായ നീ ബുദ്ധിമുട്ടുന്നു. ശരിയാണ്, അയാളുടെ ബീജശുക്ല സംയോഗത്താലാണ് നീ ഉണ്ടായത്. അതൊരു യാദൃച്ഛികത, ബയോളജിക്കൽ ആക്സിഡൻറ്റ് മാത്രമാണ് രാമ നിൻ്റെ ജനനം. അല്ലാതെ വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ്? സ്വയം എഴുന്നള്ളി എത്തുന്ന ഐശ്വര്യത്തെ തള്ളിത്തഴഞ്ഞ് ധർമ്മത്തെ കയറി പിടിക്കുന്നവരെ കണ്ട് എൻ്റെ മനസ്സ് നൊമ്പരം കൊള്ളുന്നു. ഐശ്വര്യം ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട 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 വേണ്ട, ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെടുന്നവരെ പറ്റി എന്ത് പറയാനാണ്? മറ്റുള്ളവരെക്കുറിച്ച് എനിക്ക് ഇത്രയ്ക്കില്ല ഈ നൊമ്പരം. കാരണം ഇക്കൂട്ടർ ധർമ്മം മുറുകെ പിടിച്ച് ഇവിടെ ദുഃഖം അനുഭവിക്കുന്നു. ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു കുറച്ച് പേര്. അതിലെനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞ് മറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ ധർമാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ തട്ടിപ്പോവും, അല്ലേ? ധർമ്മം അനുഷ്ഠിക്കുന്നവനും മരിക്കും, അനുഷ്ഠിക്കാത്തവനും മരിക്കും. പിന്നെ എന്തിനാണോ കഷ്ടപ്പെട്ട് ഈ ധർമാനുഷ്ഠാനം നടത്തുന്നത്? മരണം ഏതായാലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ? തനിക്കാണെങ്കിൽ അയോധ്യ കാത്തിരിക്കുന്നു, അനിയൻ ഇവിടം വരെ വന്നിരിക്കുന്നു. അഷ്ടകം പിതരം ദൈവതം എന്നെല്ലാം ചൊല്ലി ആളുകൾ ശ്രാദ്ധമൂട്ടുന്നു. അഷ്ടകം പിതരം ദൈവതം. അപ്പോൾ ഇങ്ങനെ പറയുമല്ലോ, ഈ ദർഭ എടുത്ത് വയ്ക്കുക, വെള്ളം ഇതിലേ ഒഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ജാബാലി ചോദിക്കുകയാണ്, അതുകൊണ്ടുണ്ടാകുന്ന അന്നനാശം നോക്കുക. ഇത് നമുക്ക് തോന്നും ഇപ്പോഴത്തെ യുക്തിവാദികളൊക്കെയാണ് ഇത് തോന്നുന്നത്. ഈ ശിവരാത്രിക്കൊക്കെ കേരളം മൊത്തം വയ്ക്കുന്ന പിണ്ടങ്ങളുടെ ചോറ്, അതെത്ര ടൺ കണക്കിന് അരിയാണ് വെറുതെ നദിയിൽ ഒഴുക്കിക്കളയുന്നതെന്നൊക്കെ പറഞ്ഞ് യുക്തിവാദികൾ പ്രസംഗിക്കുന്നില്ലേ? ഈ പ്രസംഗമാണെന്ന് 8000 വർഷം മുമ്പ് ജാബാലി രാമനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
റീഇൻവെൻറ്റിങ് ദ വീൽ, എന്തോ മഹാകാര്യം പോലെ ചോദിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന അന്നനാശം നോക്കുക. മരിച്ചവനുണ്ടോ എന്തെങ്കിലും കഴിക്കുന്നു. ഇവിടെ ഒരാൾ ചോറുണ്ടാൽ അവിടെ അത് മറ്റൊരാളുടെ വയറ്റിലെത്തുമോ? ഇവിടെ നമ്മൾ ശ്രാദ്ധം എന്നൊക്കെ പറഞ്ഞ് 16 അടി യന്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോറുണ്ണുന്നു. ഇത് ചത്തുപോയ പുള്ളിക്ക് അവിടെ വയറ് നിറയുമോ? ഇല്ലല്ലോ. നിറയുമായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യാത്രയ്ക്ക് തിരിച്ചവനെ ഊട്ടാൻ എന്തിന് പൊതിച്ചോറ് കൊടുക്കണം? വീട്ടുകാരൻ വീട്ടിലിരുന്ന് ഉണ്ടാൽ പോരെ? യാത്ര പോകുന്നതിന് ടിഫിൻ ബോക്സിൽ ഇതിൽ ചോറ്റുപാത്രം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം എന്താ? വീട്ടിലെ അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മേ ഉച്ചയാകുമ്പോൾ എനിക്കൂടെ ചേർത്തുള്ളത് ഊണ് കഴിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോയാൽ മതിയല്ലോ. അമ്മ കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറയില്ലേ? നിറയണമല്ലോ. അപ്പോൾ ഇതുപോലത്തെ വിഡ്ഢിത്തരങ്ങളൊന്നും കൊണ്ടു നടക്കരുത്. സാധാരണക്കാരെ പറ്റിക്കാൻ ബുദ്ധിമാന്മാരായ സൂത്രശാലികൾ ഹോമം ചെയ്യൂ, ദീക്ഷയെടുക്കൂ, ദാനം കൊടുക്കൂ, തപസ് ചെയ്യൂ എന്നെല്ലാം ഗ്രന്ഥങ്ങളിൽ കുറിച്ചു വെച്ചു എന്ന് മാത്രം. സാധാരണക്കാരെ പറ്റിക്കാനായിട്ട് എഴുതിയിരിക്കുകയാണ് ഇതെല്ലാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടിയന്തരം നടത്തണം, പിണ്ടം ഉരുട്ടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ദീക്ഷ എടുക്കണം, യാഗം ചെയ്യണം, ഹോമം ചെയ്യണം. എന്തിന്? അയാൾ പോയിന്ന്, അയാൾ സ്ഥലത്തില്ല. നിങ്ങളിവിടെ എന്ത് സർക്കസ് കളിച്ചാലും അയാളത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഊണ് കഴിച്ചാൽ അയാളുടെ വയറ് നിറയാൻ പോകുന്നില്ല. നിങ്ങളിവിടെ ഹോമത്തിൽ നെയ്യ് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോകുന്നുള്ളതല്ലാതെ അയാൾക്ക് കിട്ടാൻ പോകുന്നു ആ നെയ്യ്. ചേട്ടാ, ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ? ഇതേ വാൽമീകി രാമായണത്തിൽ ജാബാലി രാമനോട് നടത്തുന്ന വാദങ്ങളാണ് ഇപ്പം നമ്മൾ നമ്മുടെ നാല് ചുറ്റുമുള്ള യുക്തിവാദികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജാബാലി എഴുതിയത് അവർ വായിച്ചിട്ടില്ല, കാരണം രാമായണം വായിക്കാൻ പാടില്ല. പണ്ടെന്നോ ആരോ ചോദിച്ചിട്ട് അന്ന് തന്നെ ഉത്തരം പറഞ്ഞ് കഴിഞ്ഞ കഥകളാണിതെല്ലാം. ഇറ്റ് ഇസ് ഓൾ ക്ലോസ് ചാപ്റ്റർ എന്ന് മനസ്സിലാകുന്നില്ല. ചോദിക്കുന്നവനും മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവനും മനസ്സിലാകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചു വെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് കുശാഗ്ര ബുദ്ധിയുള്ള രാമ, ഈ ലോകമല്ലാതെ മറ്റൊന്നില്ല എന്ന് ഉറപ്പിക്കൂ. ഈ കാണുന്ന ലോകമല്ലേ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പ്രത്യക്ഷത്തെ സ്വീകരിക്കുക. പ്രത്യക്ഷം നിൻ്റെ മുമ്പിലുള്ളത്, അത് അംഗീകരിക്കുക. പരോക്ഷത്തെ തിരസ്കരിക്കുക. പരോക്ഷമായിട്ട് അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എന്നൊക്കെ ഇതിൻ്റെ പിന്നാലെ ഒന്നും പോരുത്, അത് തിരസ്കരിക്കുക. നിൻ്റെ മുമ്പിലുള്ളതാണ് യാഥാർത്ഥ്യം, നിൻ്റെ മുമ്പിലില്ല, കഴിഞ്ഞു. പ്രത്യക്ഷ പ്രമാണക്കാരുടെ ബുദ്ധിയോടെ ഭരതൻ്റെ അഭ്യർത്ഥനയ്ക്ക് വഴിപ്പെട്ട് കൈയോടെ രാജ്യമേറ്റെടുക്കുക. പ്രത്യക്ഷ പ്രമാണം, പ്രത്യക്ഷത്തെ പ്രമാണമാക്കുന്നവർ കാണുന്നത് മാത്രം വിശ്വസിക്കും. യുക്തിവാദികൾ പൊതുവെ അങ്ങനെയാണല്ലോ. കാണട്ടെ, ദൈവമുണ്ടോ, കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കും, ഇങ്ങനെ പറയുന്നവരാണ്. പ്രത്യക്ഷമാണ് അവർക്ക് പ്രമാണം. പല രീതിയിലുള്ള പ്രമാണങ്ങളുണ്ട്. പ്രത്യക്ഷമുണ്ട്, അനുമാനമുണ്ട്, അങ്ങനെ ഇതും അതുള്ളത് കൊണ്ട് മറ്റതുണ്ടാവും എന്നൊക്കെ പറഞ്ഞുള്ള ഇതുപോലെ അനുമാനങ്ങൾ ഒക്കെ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പ്രത്യക്ഷ പ്രമാണം. അപ്പോൾ പ്രത്യക്ഷ പ്രമാണക്കാരുടെ ബുദ്ധിയോടെ ഭരതൻ നിൻ്റെ അനിയൻ പറയുന്നത് കേട്ടിട്ട് കൈയോടെ രാജ്യമേറ്റെടുക്കുക. ഇതാണ് ജാബാലിയുടെ അഭിപ്രായം. ജാബാലി ആരാണ്? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് അദ്ദേഹം ദശരഥ മഹാരാജാവിൻ്റെ ഉപദേശക മണ്ഡലത്തിൽ ഒരാളാണ്. സുയജ്ഞൻ, കാശ്യപൻ, ഗൗതമൻ, മാർക്കണ്ഡേയൻ മുതലായവരുടെ കൂട്ടത്തിൽ സമശീർഷൻ. അവരെപ്പോലെ വിദ്യാവിനീതൻ, ശാസ്ത്രമറിഞ്ഞിരുന്നവൻ, പുഞ്ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നവൻ, കർമ്മകുശലൻ, ജിതേന്ദ്രിയൻ, വാഗ്മി, കോപത്താലോ കാര്യം നേടാനോ കളവ് പറയാത്തവൻ. ഇതൊക്കെയാണെങ്കിലും ജാബാലി കളവ് പറയുന്നില്ല കേട്ടോ. ജാബാലിക്ക് പൂർണ്ണ സത്യമാണ് എന്ന് ബോധ്യമുള്ള കാര്യമാണ് ജാബാലി പറയുന്നതല്ല, അതൊരു കള്ളം പറയുകയല്ല. ഇതൊക്കെയാണ് ഇതിൽ. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ജാബാലി. ഭരതനും അയോധ്യ രാജ്യത്തിൻ്റെ ശുഭകാംക്ഷികളും രാമസമക്ഷം ഉയർത്തിയ യുക്തികളോട് സാമ്യമില്ലാത്ത പുതിയ തരം തർക്കമായിരുന്നു ജാബാലിയുടേത്. രാമൻ അത് സശാന്തം കേട്ടു, ശാന്തമായിരുന്നു കേട്ടു. അനന്തരം ജാബാലിക്ക് യുക്തിയുക്തം ഉത്തരം പറഞ്ഞു, മുന്നോട്ട് നീങ്ങി. അവസാനമായപ്പോഴേക്കും ആ ധർമ്മമൂർത്തിക്ക് ധാർമ്മിക രോഷമുണ്ടായി. രാമന് പതുക്കെ ദേഷ്യം വന്നു. ആ സ്വരത്തിലാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.
അവസരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി രാജഗുരു വസിഷ്ഠൻ ഇടപെട്ട് ജാബാലിയുടെ ഉദ്ദേശ്യശുദ്ധി എടുത്ത് വ്യാഖ്യാനിച്ച് രംഗത്തിൻ്റെ ചൂടാറ്റി. രാമന് ദേഷ്യം വന്നു ഈ സംവാദത്തിൽ. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, രാമ, നിന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ നാസ്തിക യുക്തിവാദം ജാബാലി പറഞ്ഞത്. അതുകൊണ്ട് നീ ദേഷ്യപ്പെടണ്ട. ജാബാലിയുടെ യുക്തികൾക്ക് സത്യപരാക്രമനായ രാമൻ സംശയരഹിതമായ ബുദ്ധിയോടെ ശ്രുതിസമ്മതമായ സദുക്തികളെ ആശ്രയിച്ച് വിപ്രപതിപന്നയാ ബുദ്ധ്യാ സൂക്ത്യാ അതിനെ ആശ്രയിച്ച് മറുപടി പറഞ്ഞു എന്നാണ് വാൽമീകി പറയുന്നത്. ഇനി ആ മറുപടിയിലേക്ക് നമുക്കൊന്ന് കടക്കാം. രാമൻ മറുപടി പറയുന്നതും ദേഷ്യം വരുന്നതും ഒക്കെ. അവസാനം വസിഷ്ഠൻ ജാമ്യം നിന്നാണ് ജാബാലിയെ കുഴപ്പമില്ലാതെ രക്ഷിക്കുന്നത്. വസിഷ്ഠൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ഉദ്ദേശ്യശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കണം. അയാൾ പറഞ്ഞത് നോൺസെൻസാണ്, നിനക്ക് ദേഷ്യം വന്നു, ശരി. ബട്ട് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? നിന്നെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുവരിക. വസിഷ്ഠനായ ഞാനും ആ ഉദ്ദേശത്തോടെയല്ലേ വന്നിരിക്കുന്നത്, ഭരതനും ആ ഉദ്ദേശത്തോടെയല്ലേ വന്നിരിക്കുന്നത്, ജാബാലിക്കും ആ ഉദ്ദേശം. പറഞ്ഞത് അവൻ വേറെ ആയിപ്പോയി, തെറ്റായിപ്പോയി, എന്തു വാങ്ങിക്കോട്ടെ, ഉദ്ദേശം എന്തായിരുന്നു? നിന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് അവനുമായിട്ട് വഴക്ക് വേണ്ട, ക്ഷമിക്കുക അവനോട്. രാമൻ്റെ ഈ ഇതെന്തായിരുന്നു, മറുപടി എന്തായിരുന്നു? ഒന്നാമതായി, വെട്ടൊന്ന് മുറി രണ്ട് എന്ന മട്ടിൽ ജാബാലിയുടെ യുക്തിയെ രാമൻ ഖണ്ഡിച്ചു. ഇത് ഹരിയേട്ടൻ്റെ അനാലിസിസാണ്. രാമൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ചെയ്യേണ്ടവയാണ് എന്ന്. ഇല്ലേ? കേട്ടപ്പോൾ നമുക്കെല്ലാം തോന്നി ജാബാലി പറയുന്നത് ശരിയാണ്, അതാണ് ചെയ്യേണ്ടത്. വെറുതെ ഇങ്ങനെ സ്വപ്നലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ സത്യത്തിൽ അവ ചെയ്യരുതാത്തവയാണ്, ഗുണം ചെയ്യുന്നവയാണ് എന്ന് പെട്ടെന്ന് തോന്നും. എന്നാൽ സത്യത്തിൽ ഗുണം ചെയ്യാത്തവയാണ്. അകാര്യം കാര്യസങ്കാശം അപഥ്യം പഥ്യസന്നിഭം, ഇങ്ങനെയാണ് വാൽമീകി പറയുന്നത്. അപ്പോൾ ഗുണം ചെയ്യുമെന്ന് തോന്നും, പക്ഷേ ഗുണം ചെയ്യില്ല. ജാബാലി തൊട്ട് അത്യന്താധുനിക യുക്തിവാദികൾ വരെയുള്ള സകലരുടെയും പ്രയോഗങ്ങളുടെ സ്വഭാവമാണ് രാമൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ യുക്തിവാദികളുടെയും സ്വഭാവം ഇതാണ്. അവർ പറയുന്നത് കേട്ടാൽ അത് ഗുണം ചെയ്യും നമുക്ക് തോന്നും, അത് സത്യമാണെന്ന് നമുക്ക് തോന്നും. വാസ്തവത്തിൽ അത് സത്യമല്ല, അത് ഗുണവും ചെയ്യില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഒറ്റ കേൾവിയിൽ നമുക്ക് നേരാണല്ലോ ഇത് എന്ന് തോന്നും. അതാണ് ആരാധനക്ക് അച്ഛൻ ശുക്ലബീജ സംയോഗത്തിൻ്റെ നീ ഉണ്ടായി, അതിൽ നിനക്ക് ബാധ്യത എന്താ? അതിൽ നിന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മനഃപൂർവ്വം ശ്രദ്ധിച്ചോ, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇറ്റ് ഹാപ്പൻ, ബയോളജിക്കൽ ആക്സിഡൻറ്റ്. സോ യു ഡോണ്ട് നോ എനിത്തിങ് ടു യുവർ ഫാദർ ഓർ മദർ ഓർ എനിത്തിങ്, സിസ്റ്റർ, ബ്രദർ, ഇതിലൊന്നും കഥയൊന്നുമില്ല. ചുമ്മാ അവരൊക്കെ നിൻ്റെ ഒപ്പമാണോ മരിക്കുന്നത്, ജനിക്കുന്നതൊക്കെ? ഒന്നും അല്ലല്ലോ. എല്ലാവരും ഒറ്റയ്ക്കാണ്. ഓർക്കുക, മനുഷ്യനെന്നും ഏകാന്തനാണ്. ഏകാന്തതയുടെ ഈ ലൈനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സത്യമാണെന്ന് തോന്നും. രാമൻ ഇതൊന്നും സമ്മതിച്ചില്ല. ചാരുവായ വാക്ക് പറയുന്നവൻ ചാർവാകൻ. ചാരുവായ വാക്ക്, വളരെ സ്നേഹത്തോടെ ഭംഗിയുള്ള വാക്ക് പറയുന്നവനെയാണ് ചാർവാകൻ എന്ന് പറയുന്നത്. ചാരുവായ വാക്ക് അവർ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ചാർവാകൻ എന്ന് പറയുന്നു. ചാർവാകൻ എന്നാൽ യുക്തിവാദിയെന്നും നിരീശ്വരവാദിയെന്നും നേരെ അർത്ഥമില്ല. ചാരുവാക്ക് പറയുന്നവനെയാണ് ചാർവാകൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ചാരുവായ വാക്കു പറയുന്ന ചാർവാകന്മാർ എന്നാണ് അക്കൂട്ടരെ പണ്ട് പറഞ്ഞിരുന്നത്. അവരുടെ മധുര മനോഹര മനോജ്ഞ വാക്കുകൾ മരീചിക പോലെയാണ്. അകലെ നിന്ന് നോക്കിയാൽ തോന്നും അവിടെ എത്തിയാൽ ദാഹത്തിന് വെള്ളം കിട്ടുമെന്ന്. എന്നാൽ അടുക്കുമ്പോൾ അറിയും അത് വെറും വിഭ്രാന്തിയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, മരീചിക ഉണ്ടാക്കുന്ന വിഭ്രാന്തി അകലം മൂലമാണ്. ദൂരം ഉള്ളതുകൊണ്ടാണ് നമുക്കവിടെ വെള്ളമുണ്ടെന്ന് തോന്നുന്നത്. ചാരുവചനം ഉണ്ടാക്കുന്ന വിഭ്രാന്തി അടുപ്പം മൂലമാണ്. നമ്മളോട് വളരെ സ്നേഹത്തോടെയും നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ടുമാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ള അടുപ്പമുണ്ടല്ലോ. ആ അടുപ്പം കൊണ്ടാണ് ഈ മരീചികയിൽ നമ്മൾ പെട്ടുപോകുന്നത്. അപ്പോൾ ഒരു മരീചിക അകലം കൊണ്ടുണ്ടാവുന്നതും ഈ മരീചിക അടുപ്പം കൊണ്ടുണ്ടാവുന്നതുമാണെന്ന് സാരം. ജാബാലിയോടുള്ള രാമൻ്റെ തുടക്കം തന്നെ
ഈ വിഭ്രാന്തി പൊളിച്ചുകൊണ്ടാണ് അച്ഛൻ, അമ്മ, സ്വർഗം, ശ്രാദ്ധം എന്നിവയുടെ നിർവചനങ്ങൾ കയ്യിലെടുത്ത് തലനാരിഴ കീറി നോക്കി ഉത്തരം പറയാൻ രാമൻ ഒരുങ്ങുന്നില്ല, മെനക്കെടുന്നുമില്ല. വേരോടെ മരം പിഴുതെറിയുമ്പോൾ കുമ്പും ചൊള്ളിക്കുമ്പും മുറിച്ചു മാറ്റേണ്ടതുണ്ടോ എന്നാണ് ഹരിയേട്ടൻ്റെ ചോദ്യം. ഈ അച്ഛൻ, അമ്മ എന്ന് പറയുന്നതിനൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ച് എൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അതൊക്കെ ഇതിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ചുള്ളിക്കമ്പുകളാണ്. വേരോടെ മരം പിഴുതുമ്പോൾ അതിൻ്റെ കൊമ്പ് വേറെ മുറിക്കേണ്ട കാര്യമില്ല, അത് പൊക്കോളുമല്ലോ ഇതിൻ്റെ കൂടെ. ഇതാണ് ഗ്രന്ഥം എന്തു പറഞ്ഞാലും ബുദ്ധിജീവി എന്തു വാദിച്ചാലും കാലചക്രത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആചരണങ്ങളിലാണ് മനുഷ്യനും സമൂഹവും വേരൂന്നി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആചാരപ്രഭവമാണ് ധർമ്മം എന്ന സാമാന്യ തത്വം പൂർവികന്മാർ വിളിച്ചോതിയത്. ആചാരപ്രഭവോ ധർമ്മ എന്ന് പറയും. ആചാരപ്രഭവമാണ് ധർമ്മം. വാസ്തവത്തിൽ ഇതിന് തിരിച്ചും അർത്ഥം പറയാൻ കേട്ടോ. ധർമ്മത്തിൽ നിന്ന് ആചാരം പ്രവഹിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാം. രണ്ടും പോസിബിളാണ്. ധർമ്മത്തിൻ്റെയോ വേദങ്ങളുടെയോ അതിരുകൾ ലംഘിക്കുന്നവൻ, രാമൻ്റെ വാക്കുകളാണ്, ധർമ്മത്തിൻ്റെയോ വേദങ്ങളുടെയോ അതിരുകൾ ലംഘിക്കുന്നവൻ പാപപ്രവൃത്തികൾ ഏർപ്പെടുന്നു. അവൻ്റെ ചെയ്തിയും ചിന്തയും സാരം കെട്ടതാകുന്നു. അവൻ്റെ മാനവും കെട്ടുപോകുന്നു. ആരാണ് കുലീനൻ, ആരാണ് അകുലീനൻ, ആരാണ് വീരൻ, ആരാണ് വീമ്പ് വിളമ്പുന്നവൻ, ആരാണ് വൃത്തിയുള്ളവൻ, ആരാണ് വൃത്തികെട്ടവൻ? ഇതെല്ലാം വിളിച്ചു പറയുന്നത് മനുഷ്യൻ്റെ ആചരണമാണ്, അവൻ്റെ പ്രകൃതമാണ്. ദുഷ്ടനാണെങ്കിലും സജ്ജനത്തെപ്പോലെ കാണപ്പെടുന്ന, വൃത്തികെട്ടവനാണെങ്കിലും വൃത്തിയുള്ളവനെ പോലെ വെളിപ്പെടുന്ന, ലക്ഷണം കെട്ടവനാണെങ്കിലും ലക്ഷണയുക്തനെ പോലെ തോന്നിക്കുന്ന, ദുശീലനാണെങ്കിലും സുശീലനെന്ന് നടിക്കുന്ന ഒരാൾ ധർമ്മത്തിൻ്റെ മേലങ്കി ധരിച്ച് അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ ആളുകൾ അയാളെ അപകടകാരി എന്ന് വിളിക്കും. അപ്പോൾ കാര്യാകാര്യങ്ങൾ അറിയുന്ന വിവേകിയുണ്ടോ ഈ ദുർവൃത്തനെ മാനിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള ദുഷ്പ്രവൃത്തിക്ക് ഈ ഭംഗിയുള്ള കുയുക്തികൾ നിരത്തി ഇത് മൂടി വയ്ക്കുന്നവനെ ദുർവൃത്തൻ എന്ന് സമൂഹം കരുതുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ പോയി രാജ്യഭാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാജ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ അച്ഛനെയും മറന്നു, വാക്കും മറന്നു, സംസ്കാരം മറന്നു, പാരമ്പര്യം മറന്നു, എല്ലാം മറന്നു. എന്നിട്ട് അവൻ തോന്നിയാസം ജീവിക്കുന്നു. ഇങ്ങനെയേ മനുഷ്യൻ ചിന്തിക്കുകയുള്ളൂ. കാരണം സമൂഹം കാലാകാലങ്ങളായിട്ട് പാലിച്ചു വരുന്ന മര്യാദ എന്ന് വെച്ചാൽ അതിര് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മര്യാദ വിടരുത് കേട്ടോ. ഒരു അതിരുണ്ട്, അത് വിടരുത്. അതിൽ ഏതാണെന്ന് നമ്മൾ നിർവഹിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് മര്യാദ. അതുകൊണ്ട് അയാളൊരു മര്യാദക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിർവചനം മര്യാദയ്ക്ക്? ഒന്നുമില്ല, ഒരിക്കലും പരിധി ലംഘിക്കുകയില്ല. അത് തന്നെ, അങ്ങനെയുള്ള ആൾ മര്യാദക്കാരൻ. ഈ പരിധി ഒരിക്കലും ലംഘിക്കാതെ അങ്ങേയറ്റത്തെ പ്രകോപനത്തിൽ പോലും ലംഘിക്കാതെ ജീവിച്ചവനായതുകൊണ്ടാണ് രാമനെ മര്യാദാപുരുഷോത്തമൻ എന്ന് പറയുന്നത്. മര്യാദാപുരുഷോത്തമൻ, മര്യാദയുള്ള പുരുഷന്മാരിൽ ഉത്തമൻ, അതാണ് മര്യാദാപുരുഷോത്തമൻ. അപ്പോൾ ഇത് പ്രശ്നം ഒരു വ്യക്തിയുടെ മാത്രമല്ല, അയാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെയും കൂടെയാണ്. രാജാവും പ്രജകളും തമ്മിലുള്ള മനഃശാസ്ത്രപരമായ ബന്ധത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മുൻനിർത്തിക്കൊണ്ട് പുത്തൻ ഗീർവാണം വിളമ്പിയ ഉപദേശിയോട് രാമൻ വിശദീകരിക്കുന്നു. താങ്കൾ പറഞ്ഞ വഴിയെ പോയാൽ ഞാൻ താന്തോന്നിയായി മാറും. നാട്ടുകാരെല്ലാം എന്നെ അങ്ങനെ കാണും. വഴിയെ അവരും താന്തോന്നികളായി മാറും. കാരണം രാജാവ് പെരുമാറുന്നത് പോലെയല്ലേ പ്രജകളും പെരുമാറുന്നത്. സത്യപാലനവും ഭൂതതയുമാണ് രാജാക്കന്മാരുടെ സനാതനാചരണം. രാജാവ് പ്രജകളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് സനാതനമായ ആചരണം. ഇതിനർത്ഥമില്ല എന്ന് നിങ്ങൾ യുക്തിസഹിതം സമർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. ഇതാണ് എൻ്റെ കർത്തവ്യം. അല്ലെങ്കിൽ എന്താ രാജാവിന് പ്രജകളെ രക്ഷിക്കാൻ എന്താ ചുമതലയുള്ളത്? പിണറായി വിജയൻ നമ്മളെ ആരെങ്കിലും സംരക്ഷിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? ഇനി ഏറ്റെങ്കിൽ തന്നെ ആ വാക്കിന് എന്താ വില? പിണറായി വിജയൻ നാളെ പറയുകയാണ് പോലീസിനെ വിളിച്ചിട്ട് തോക്കുമെടുത്ത് എല്ലാവരും കൂടെ ഇറങ്ങിക്കോ, കണ്ണി കണ്ടവനെ മുഴുവൻ വെടിവെച്ച് താഴെയിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുക്തിവാദത്തിൻ്റെ നോട്ടത്തിൽ നോക്കിയാൽ അതിൽ തെറ്റൊന്നുമില്ല. തോക്കുള്ളവൻ വെടിവെക്കാനല്ലേ തോക്ക്? ഇങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. വെടിവെക്കാനല്ലാതെ പിന്നെ എന്താണ്, തലചിരയ്ക്കാനാണോ ചോക്ക്? തട്ടറായില്ല അവനെ. ഇറ്റ് ഈസ് പോസിബിൾ, ദർ ഈസ് ലോജിക്. ഇത്രയേ ഉള്ളൂ ജീവിതം. ഏതായാലും നാളെ താൻ ചാവും.
ഇല്ലെങ്കിൽ മറ്റന്നാളെ ചാവും, ഏതെങ്കിലും ഒരു ദിവസം ചാവുമല്ലോ, എന്നാൽ അത് ഇപ്പം തന്നെ ആയിക്കോട്ടെ, എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെടിവെക്കുക, കൊല്ലുക, കഴിഞ്ഞു. ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് രാമൻ പറയുന്നത്. സനാതനാചരണം, രാജാവിൻ്റെ രാജ്യം സത്യത്തിൽ അധിഷ്ഠിതമാണ്. എന്തിന്? ഭൂലോകം മുഴുവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഋഷിമാരും ദേവന്മാരും സത്യത്തെ മാനിക്കുന്നു. സത്യം അനുഷ്ഠിക്കുന്നവർക്കാണ് അക്ഷയമായ പരമപദം ലഭിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ വിശ്വാസമില്ല, കാരണം ഇപ്പോൾ സത്യാനന്തര കാലഘട്ടമാണ് അല്ലേ? ഇതെന്താണെന്ന് പോലും അറിയാൻ മേലാതെ സകല പൊട്ടന്മാരും സത്യാനന്തര കാലഘട്ടം. എന്തെന്നാണ് സത്യാനന്തര കാലഘട്ടം? സത്യാനന്തരം എന്ന് പറഞ്ഞൊരു സാധനമില്ല, സത്യമേ ഉള്ളൂ. സത്യം, ഫുൾ സ്റ്റോപ്പ്. സത്യാനന്തരം പിന്നെ എന്താ? ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ഈ ഭവിഷ്യപുരാണം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഓക്സിമോറോൺസ് ആണ്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഭവിഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവി, വരാൻ പോകുന്നത്. പുരാണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട് നടന്നത് അല്ലേ? വരാൻ പോകുന്ന പണ്ട് നടന്നത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? ഭവിഷ്യപുരാണം. അതുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എഴുതി വയ്ക്കുന്നു, അത് ആൾക്കാർ വായിക്കുന്നു, അത് വെച്ചിട്ട് ഞാനില്ല എൻ്റെ പൊന്നേ. അപ്പോൾ ഇങ്ങനെ ഈ സത്യമെന്നത് ഉള്ളത് പറയുകയും ഇല്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യുന്ന സൽപ്പെരുമാറ്റം മാത്രമല്ല, അത് സൗകര്യത്തിനൊത്ത് അമർത്തിക്കുഴയ്ക്കേണ്ട മെഴുകിൻ്റെ ഉണ്ടയല്ല. ജീവിക്കാൻ സൗകര്യമൊരുക്കുന്ന ഏറ്റവും നല്ല നയം എന്ന നിലയ്ക്കല്ല സത്യത്തെ കാണേണ്ടത്. ട്രൂത്ത് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് കൺവീനിയൻസ്. ഇതാണ് രാമൻ ജാബാലിയോട് പറയുന്നത്. നമുക്ക് സൗകര്യമുള്ളപ്പോൾ സത്യമെടുക്കുക, അല്ലാത്തപ്പോൾ യുക്തി എടുക്കുക. ജോർ. ലോകത്തിൽ സത്യം തന്നെയാണ് ഈശ്വരൻ. ആര്? വാൽമീകി രാമായണത്തിൽ രാമൻ ജാബാലിയോട് പറയുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെയാണല്ലോ എന്ന് തോന്നും അല്ലേ? മഹാത്മാഗാന്ധി അത് എടുത്തത് വാൽമീകി രാമായണത്തിൽ നിന്നാണ്. പിന്നീട് അത് മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്നു. കാരണം വാൽമീകി രാമായണം ആര് റെഫർ ചെയ്യാൻ? വളരെ പഴയതല്ലേ. ബട്ട് ലോകത്തിൽ സത്യം തന്നെയാണ് ഈശ്വരൻ. ധർമ്മം എന്നും അടിയുറച്ചു നിൽക്കുന്നത് അതിന്മേലാണ്. സത്യമാണ് എല്ലാറ്റിൻ്റെയും തായ്വേര്, അതിനൊപ്പുറം മറ്റൊന്നുമില്ല. ദാനം, യജ്ഞം, ഹോമം, തപസ്, വേദം ഇവയുടെ എല്ലാം അധിഷ്ഠാനം സത്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ സത്യപരനായിരിക്കുക തന്നെ വേണം. ഓരോരുത്തരും അവനവൻ്റെ സുഹൃത ദുഷ്കൃതങ്ങളനുസരിച്ച് പുണ്യപാപങ്ങൾ ചെയ്യുന്നു. എന്നാൽ അവരാരും തന്നെ സത്യം കൈവിടരുത്. സത്യം കൈവിട്ടവന് ലോകർ മൂർഖൻ പാമ്പിനെ എന്ന പോലെ പേടിക്കുന്നു. വാൽമീകി. ഇത് തന്നെ എഴുത്തച്ഛൻ്റെ രാമായണത്തിലുണ്ട്. സത്യധർമാദികൾ വെടിഞ്ഞിടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം ഇല്ലേ? എഴുത്തച്ഛൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വാൽമീകി സത്യം കൈവിട്ടവനെ ലോകർ മൂർഖൻ പാമ്പിനെ എന്ന പോലെ പേടിക്കുന്നു എന്ന് പറയുന്നു. ലോട്ട് ഓഫ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് രാമൻ്റെ ഉണ്ട്. ഇത് നീട്ടിക്കൊണ്ടുപോകാം. ഈ ഒരു അധ്യായമെങ്കിലും ഹരിയേട്ടൻ്റെ ഈ വാൽമീകി രാമായണം അരുളും പൊരുളും എന്ന ചെറിയ പുസ്തകത്തിൽ നിന്ന് ശ്രീരാമനെ ഉപദേശിക്കുന്ന നാസ്തികൻ എന്ന ഈ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമയം ഒരുപാടായതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.